نؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها صدق الله العلي العظيم وصدق على رسوله النبي الكريم സത്യവിശ്വാസികളായ സഹോദരന്മാർ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളിലും അല്ലാഹുവെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിതം നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് അല്ലാഹു കളിമണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയത്. എന്നാൽ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പ്രത്യേകത അല്ലാഹു അവന് പ്രത്യേകമായ ഒരു ആത്മാവ്, ഒരു റൂഹ് നൽകിയിരിക്കുന്നു എന്നതാണ്. ജസദും റൂഹും രണ്ടും ചേരുന്നതാണ് മനുഷ്യൻ. മനുഷ്യന്റെ ശരീരം അവൻ എത്രത്തോളം ശ്രദ്ധയോടെ പ്രാധാന്യത്തോടെ കൊണ്ടു നടക്കുന്നുവോ അതുപോലെയോ അല്ലെങ്കിൽ അതിലേറെയോ ശ്രദ്ധയും പ്രാധാന്യവും നൽകേണ്ട ഒരു ഭാഗമാണ് ആത്മാവ്, ജസദ്, റൂഹ് എന്ന് പറയുന്നത്. ശരീരത്തിന്റെ പരിപോഷണത്തിന് വേണ്ടി നമ്മൾ പലതും ചെയ്യാറുണ്ട്. രാവിലെ തന്നെ എഴുന്നേറ്റ് വാമപ്പ് ചെയ്യുന്നവരുണ്ട്. ശരീരത്തിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളാവുന്നത്. ചിലപ്പോൾ ഡോക്ടറെ കാണുന്നത്, ചിലപ്പോൾ എന്നല്ല അധികവും ശരീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ്. ശരീരം എന്നത് വിവിധ അവയവങ്ങൾ ഉൾക്കൊള്ളുന്നു. ഓരോ അവയവത്തിന്റെയും സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട്. ഓരോ അവയവത്തിനും തകരാറുകൾ വരുമ്പോൾ നമ്മൾ അത് പരിഹരിക്കാൻ, അത് ചികിത്സിച്ച് മാറ്റാൻ അതാത് വിദഗ്ധന്മാരെ നമ്മൾ സമീപിക്കാറുണ്ട്. അത്രത്തോളം ശ്രദ്ധ നമ്മൾ ഇതിന് കൊടുക്കാറുണ്ട്. അത് നാട്ടിലില്ല എങ്കിൽ ദൂരെ അകലെ ഏതെങ്കിലും നാട്ടിലും നമ്മൾ അതിനു വേണ്ടി ചെന്നെത്തും. ഒരാളുടെ ശരീരത്തിന്റെ പോറൽ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആരോഗ്യപരമായ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടാൽ അവനെ സഹായിക്കാനും
മറ്റുള്ള ആളുകൾ തയ്യാറാവാറുണ്ട്. അത് ശാരീരികമായി മാത്രമല്ല, സാമ്പത്തികമായി ഹോസ്പിറ്റലിൽ എത്തിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവര് വേണ്ട ട്രീറ്റ്മെന്റ് നൽകാനും ഒക്കെ പലപ്പോഴും പലരും മെനക്കെടാറുണ്ട്. ഇത് നമ്മളുടെ ശരീരത്തിന് നൽകുന്ന പ്രാധാന്യം, ഒരു വ്യക്തി അവന്റെ സ്വന്തം ശരീരത്തിന് നൽകുന്ന പ്രാധാന്യം മാത്രമല്ല, തന്റെ ബന്ധുവുമായ ഒരാൾക്ക് അല്ലെങ്കിൽ തന്റെ സ്നേഹിതനായ ഒരാൾക്ക്, അതല്ലെങ്കിൽ തനിക്കൊരു പക്ഷേ ഒരു പരിചയവുമില്ലാത്ത ആളാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് വേണ്ടി മറ്റുള്ളവർ കൂടി നൽകുന്ന ഒരു ശ്രദ്ധയും പ്രാധാന്യവുമാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ചെയ്യുക എന്നത് പുണ്യകരമാണ്. ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതൊരു ഇബാദത്താണ്. അൽ മുഅ്മിനുൽ ഖവി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ശക്തനായ വിശ്വാസി ഖൈറുൻ മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ അല്ലാഹുവിൽ ഉത്തമനാണ്. വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും നന്മയുണ്ട്. രണ്ടാമത്തെ വിഷയമാണ് നമ്മുടെ വിഷയം. ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിലേറെയോ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒന്നാണ് നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ് എന്ന് പറയുന്നത്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ശരീരം, അവന്റെ നഫ്സ്, അല്ലാഹു അതിനെ സൃഷ്ടിച്ചു, അതിനെ സത്യം, അതിനെ ചൊവ്വാക്കി, അതിനുശേഷം എന്നിട്ട് അതിന് ചില ബോധനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ആ ബോധനത്തിൽ മനുഷ്യന് നൽകിയിട്ടുള്ള ആത്മീയമായ ചില ബോധനങ്ങളുണ്ട്. അതിൽ ഫുജൂറുമുണ്ട്, തഖ്വയുമുണ്ട്. മനസ്സിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ തെറ്റായ വഴികളെ കുറിച്ചുള്ള ഇൽഹാമുകൾ നൽകുന്നുണ്ട്. എന്താ പറഞ്ഞാൽ ഇന്നത് ശരിയാണ്, ഇന്നത് തെറ്റാണ് എന്ന് മനുഷ്യന്റെ പ്രകൃതിയെ മനസ്സിലാക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവനൊരു സ്കൂളിൽ പോകണമെന്നില്ല, അവനെ ആരെങ്കിലും പഠിപ്പിക്കണമെന്നില്ല, അവന് പ്രവാചക അധ്യാപനങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെന്നില്ല. ഇതൊന്നും കിട്ടാതെ തന്നെ ചില ശരികൾ, പൊതുവെ അംഗീകരിക്കപ്പെട്ട ശരികൾ, ആളുകൾക്ക് അത് അറിയാം, ശരിയാണ്. അതേപോലെ തന്നെ തെറ്റും അവന്റെ മനസ്സവനോട് പറയും, ഇത് തെറ്റാണ്, ഇത് ശരിയാണ് എന്നവനോട് പറയും. എന്നാൽ പ്രകൃതിയാൽ തന്നെ മനുഷ്യന് കിട്ടുന്ന ഈ ഒരു ബോധ്യത്തിന്റെയും ബോധത്തിന്റെയും അപ്പുറം അവർക്ക് കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ ചില ധാരണകൾ, അതല്ലെങ്കിൽ ചില തിരുത്തലുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ അറിവിന്റെ അടിസ്ഥാനം ഒന്ന് വഹിയാണ്. വഹിയാണല്ലോ യഥാർത്ഥത്തിലുള്ള അറിവിന്റെ അടിസ്ഥാനം. അറിവുകൾ കിട്ടുന്നതിന്റെ പല വഴികളുമുണ്ട്. എന്നാൽ മനുഷ്യന്റെ ആത്മാവിന് കിട്ടേണ്ട അറിവുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് വഹി തന്നെയാണ്. അപ്പൊ അത് പ്രവാചകന്മാരിലൂടെ നമുക്ക് ലഭിച്ചതാണ്. അപ്പൊ ആ അറിവ് എന്നത് രണ്ടാമത് ഈ മനുഷ്യന് പ്രകൃതിയാൽ ലഭിക്കുന്നതിനപ്പുറം അവൻ സ്വയം മനസ്സിലാക്കാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ, മനുഷ്യനെ തിരുത്താൻ, ബോധ്യപ്പെടുത്താൻ ആവശ്യമായ ഒരു മേഖലയാണ് അത്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, ഈ മനുഷ്യന്റെ നഫ്സ്, അവന്റെ ആത്മാവ്, അതിനെ അവൻ സംസ്കരിച്ചെടുക്കണം. അങ്ങനെ സംസ്കരിച്ചെടുത്തവൻ വിജയിച്ചു. അങ്ങനെ അതിനെ വഴിയിലൂടെ അധമ സഞ്ചാരം നടത്താൻ വിട്ടു, അല്ലെങ്കിൽ അതിനെ അവൻ അടിച്ചമർത്തി, അതിനെ ശ്രദ്ധിക്കാതെ വിട്ടുകഴിഞ്ഞാൽ തീർച്ചയായും അവൻ പരാജയപ്പെടുകയും ചെയ്യും. ഞാൻ ആദ്യം ശരീരത്തിന്റെ പരിപോഷണവുമായി ബന്ധപ്പെട്ട്, ശ്രദ്ധയുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയും തിരിയുന്നത് ഇവിടെയാണ്. ആത്മാവിനും അത് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാം. അവിടെയാണ് അതിനെ സംസ്കരിച്ചേക്കാം. ഇതിനെന്താ ചെയ്യേണ്ടത്? അതിന് രാവിലെ എഴുന്നേറ്റ് വാമൊക്കെ ചെയ്യുക എന്നതുകൊണ്ട് പരിഹാരമല്ല. ഒരു മനുഷ്യൻ അതിനെ രാവിലെ അതികാലത്ത് എഴുന്നേറ്റ് നമസ്കരിച്ച് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അത്.
അതൊന്നും ചെയ്യാത്ത ഒരാൾക്ക് രാവിലത്തെ വാവ് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞു കിട്ടും, പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞു കിട്ടുകയില്ല. അതേപോലെ തന്നെ നന്മകൾ ചെയ്യുക എന്നതാണ്. എത്രമാത്രം നന്മകൾ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ അത് അവന്റെ നഫ്സിന്റെ സംസ്കാരത്തിനുള്ള ഒരു വഴിയാണ്. അതൊക്കെയും അവഗണിച്ചുകൊണ്ട് അതിനെയൊന്നും പരിഗണിക്കാതെ കേവലം ഭൗതികം എന്ന അർത്ഥത്തിൽ ശരീരത്തിന് മാത്രം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ആളുകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിനെ അടിച്ചമർത്തിയവൻ പരാജയപ്പെടുകയും ചെയ്യുന്നത്. ഇതിനുള്ള വഴികൾ എന്തൊക്കെയുണ്ട് എന്നതാണ് നമ്മൾ അറിയേണ്ട വിഷയം. അവിടെയാണ് പരിശുദ്ധ റമദാൻ അത് സമാഗതമാകാൻ പോവുകയാണ് അതിന്റെ പ്രാധാന്യം. അല്ലാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ജുമുഅ നമ്മൾ റമദാനിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യത്തോടെ ആഫിയത്തോടെ റമദാനിനെ വരവേൽക്കാനും അതിനെ പ്രയോജനപ്പെടുത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ആത്മസംസ്കരണത്തിന്റെ മാസമാണ് എന്നതാണ്. അത് ശരീരപ്രധാനമാണ്, അതിനേക്കാളേറെ നമ്മളുടെ ആത്മപ്രധാനവുമാണ്. മനസ്സിനുള്ള നമ്മളുടെ ഈ നഫ്സിനുള്ള ഈ പറയപ്പെട്ട റൂഹിനുള്ള ഒരു വലിയ ഇന്ധനം നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു മാസവും കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. സൂറത്തുൽ അഅലയിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ആയത്തുകളിൽ സംസ്കരിച്ചെടുത്തവനും വിജയിച്ചു, തന്റെ റബ്ബിനെ ഓർത്തു, അങ്ങനെ നമസ്കരിക്കുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞതിന് ശേഷം പറയുന്നത്, എന്നിട്ടും മനുഷ്യന്മാർ അവരുടെ ദുനിയാവിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തൽ ദുനിയ വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ. ദുനിയാവിൽ ആവശ്യമാണ് മനുഷ്യൻ. ഇതൊക്കെയും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ദുനിയാവ് എന്നത് ശാശ്വതമാണ്. ഇവിടെയല്ല നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഇതിനപ്പുറമാണ്. ഇത് മനുഷ്യനുണ്ടാകേണ്ട ഒരു ബോധ്യമാണ്. നിരന്തരം അവനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടതാണ്. ഈ ദുനിയാവിൽ തന്നെ ജീവിച്ച് ഇവിടുത്തെ സുഖങ്ങൾ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോകുന്നതിന് തന്നെ എന്തർത്ഥമാണുള്ളത്? സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ ഭൗതിക ജീവിതം മാത്രമാണുള്ളത് എങ്കിൽ അവനെന്ത് സുഖമാണ് ഉണ്ടാവുക? ഭൗതിക ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന ബോധമുണ്ടാകുമ്പോഴാണ് പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയത് എന്താണോ അത് മറ്റുള്ളവർക്ക് കൂടി നൽകണം എന്നൊരു ബോധമുണ്ടാകുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ളതെന്താണോ അത് മറ്റുള്ളവർക്ക് കൂടി നൽകുമ്പോഴാണ് നമ്മൾ നമ്മുടേതായ ഒരു ആത്മനിർവൃതി നമുക്കുണ്ടാകുന്നത്. എന്റേത് ഞാൻ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുമ്പോൾ അത് എന്റേതല്ല അവന്റെയും കൂടി അവകാശമാണ് എന്ന ബോധത്തോടു കൂടിയാകുമ്പോൾ അതൊരു വല്ലാത്ത ആത്മനിർവൃതിയിലേക്ക് നമ്മൾ എത്തും എന്ന് നാം തിരിച്ചറിയുന്നു. അത് മറ്റൊരു വിഷയമാണ്. സൂചിപ്പിച്ചു വന്നത് ആത്മസംസ്കരണത്തിന്റെ പ്രാധാന്യം ഈ രണ്ട് ആയത്തുകളിലൂടെ, രണ്ട് സൂക്തങ്ങളിലുള്ള വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനുള്ള സന്ദർഭമാണ്. അതിനെന്തെല്ലാം ഒരുക്കങ്ങളായി നമ്മൾ നടത്തിയത്. റമദാൻ വന്നതിന് ശേഷം നോമ്പെടുക്കും, പരമാവധി നമ്മൾ നമസ്കാരം നിർവഹിക്കും, ഖുർആൻ പാരായണം ചെയ്യും, ചിലപ്പോൾ സദഖകൾ ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷേ റമദാനിൽ ചെയ്യുന്ന അമലുകൾ സ്വീകാര്യോഗ്യമാകണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കണം. അത് പ്രയോജനപ്പെടുത്താൻ അന്നേരം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഫലപ്രദമാകാൻ നമ്മൾ മാനസികമായി ഒരുക്കണം. ഒന്നാമത് ഭൗതികമായ ഒരുക്കങ്ങൾ വേറെയുണ്ട്. അത് പലരും ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും. നമ്മളുടെ മാനസികമായ ഒരുക്കങ്ങൾ നടത്താം. ആ മാനസികമായ ഒരുക്കങ്ങളിൽ നമ്മൾ എവിടെയോ എന്തോ തകരാറുകളുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിലൊന്ന് ബന്ധങ്ങളുടെ തകരാറാണ്. ബന്ധങ്ങളിൽ ചേർത്താൻ പറഞ്ഞവരൊക്കെയും എവിടെയെങ്കിലും പോരാളികളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അത് സ്വന്തം കുടുംബത്തിലാവാം, അയൽപക്കങ്ങളിലാവാം, നമ്മളുടെ സ്നേഹിതന്മാരിലാവാം, പാർട്ട്ണർമാർ തമ്മിലാവാം. ബന്ധങ്ങൾ മോശമായിക്കൊണ്ട് നമ്മൾ എന്നെ ശരിപ്പെടുത്താം എന്ന് വിചാരിച്ച റമദാനിലേക്ക് പോയാൽ അത് നേരെയാവില്ല. ഞാനും വേറെ ആളുമായി ബന്ധം തകരാറാണ്, അത് നേരെയാണ്. നമ്മൾ ഹജ്ജിന് പോകുമ്പോഴാണ് ഇത്തരം വിഷയങ്ങൾ വല്ലാതെ ശ്രദ്ധിക്കുക. കാരണം ഹജ്ജ് എന്നത് ദീർഘമായ യാത്രയാണ്. ചിലപ്പോൾ മടങ്ങി വരുമോ ഇല്ലേ എന്ന് അറിയില്ല.
അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ക്ലിയറാക്കി, കൊടുക്കാനുള്ളതൊക്കെയും കൊടുത്ത്, കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെയും വെൽക്കിട്ടേണ്ട ആളെ ഏൽപ്പിച്ച്, എന്റെ അഥവാ മടങ്ങി വന്നില്ല എങ്കിൽ എന്റെ ബാക്കിയുള്ള ഇടപാടുകൾ പോലും ഇല്ല ഇന്നാളുടെ കൈവശം എന്ന രീതിയിൽ ചുമതലപ്പെടുത്തിയിട്ടൊക്കെയാണ് നമ്മൾ ഹജ്ജിന് പോകുന്നത്. എവിടെയോ ഏതെങ്കിലും ഒരാളുമായി പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ അവരോടുള്ള പിണക്കം ഇതൊക്കെ ചെയ്യും. കാരണം ഹജ്ജ് മഖ്ബൂലാകണം, മബ്റൂറാകണം എന്നതാണ് നമ്മളുടെ നിയ്യത്ത്. അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതൊരു ത്യാഗം. പരിശുദ്ധ റമദാൻ വരുന്നു, അതിങ്ങനെ നമുക്ക് ഇവിടെയും ഒഴുകിക്കൂടി. പരിശുദ്ധ റമദാൻ വരുന്നു. ഈ റമദാൻ എനിക്ക് സ്വീകാര്യമാകണം, ആ റമദാൻ എനിക്ക് മഖ്ബൂലായി മാറണം. ആ റമദാനിന്റെ അവസാനത്തിൽ പടച്ചോനെ എന്റെ റമദാൻ സ്വീകരിക്കണേ എന്ന് ലൈലത്തുൽ ഖദ്റിൽ പ്രാർത്ഥിച്ചിട്ട് ആ പ്രാർത്ഥന പോലും പടച്ചോൻ സ്വീകരിക്കണമല്ലോ. അങ്ങനെയാണ് എങ്കിൽ അതിനു മുമ്പ് എന്റെ അടുത്തുള്ള ഫാൾട്ടുകൾ എന്താണ്, അതിനുള്ള തടസ്സങ്ങൾ എന്താണ്, ആ തടസ്സങ്ങളെ നാം കണ്ടെത്തണ്ടേ, ആ തടസ്സങ്ങളെ നാം നീക്കണ്ടേ. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ബന്ധങ്ങൾ മുറിച്ചുകൊണ്ട് അല്ലാഹുവോട് ഇബാദത്ത് നടത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടാവുകയില്ല. ഈ ദുനിയാവിൽ തന്നെ പടച്ച തമ്പുരാൻ ഏതെങ്കിലും അർത്ഥത്തിൽ അവരുടെ പിന്തുണയും സഹായവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ആ ബന്ധങ്ങൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാണ് എന്ന് ഹദീസുകൾ പോലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളിൽ ആരെങ്കിലും ആരോടെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിലുള്ള പിണക്കമുണ്ട് എങ്കിൽ, ബന്ധത്തിൽ തകരാറുകളുണ്ട് എങ്കിൽ അത് പരിഹരിക്കണം. ഈ റമദാനിനെ ഞാൻ വരവേൽക്കാൻ പോവുകയാണ്. അതെന്റെ ഒരുക്കത്തിന്റെ ഭാഗമാണ്. രണ്ടാമത് ഏറ്റവും പ്രധാനം സാമ്പത്തികമാണ്. നമ്മള് ജീവിക്കണമെങ്കിൽ പൈസ വേണം. കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളുണ്ട്. ആ കാശുണ്ടാക്കുന്നതിന്റെ ഇടയിൽ സംഭവിച്ചു പോകുന്ന തകരാറുകളുണ്ട്. ചില ആളുകൾ തകരാറാണ് ഞാൻ ചെയ്യുന്നത്, തെറ്റാണ് ഞാൻ ചെയ്യുന്നത്, എന്റെ വഴി ശരിയല്ല എന്നറിഞ്ഞാൽ പോലും അതിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഹലാലല്ലാത്ത ഒരു വിഹിതം എന്റെ സമ്പാദ്യത്തിനുണ്ടാകും. ഇത് നമ്മൾ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. അത് എത്ര കണ്ട് നമുക്കതിനെ ശുദ്ധീകരിക്കാൻ പറ്റും. എന്റെ സമ്പത്ത് ശുദ്ധീകരിക്കണം. ഈ സമ്പത്തിന്റെ ശുദ്ധീകരണത്തിന് സക്കാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് തെറ്റായ വഴിയിലൂടെ സമ്പാദിച്ച ആ സമ്പാദ്യം ശുദ്ധീകരിക്കാൻ വേണ്ടിയല്ല. തെറ്റായ വഴിയിലൂടെയാണ് നാം സമ്പാദിച്ചത് എങ്കിൽ അത് എങ്ങനെയാണോ വന്നത് അതിലൂടെ തന്നെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. ഒരാള് ലോട്ടറി അടിച്ച് കാശ് വന്നിട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുത്താൽ ആ സമ്പത്ത് ശരിയാവില്ല. കാരണം അത് മുഴുവൻ തനിക്ക് ഹറാമാണ്. അത് മുഴുവൻ തനിക്ക് ഹറാമാണ്. സമ്പത്തിന്റെ ശുദ്ധീകരണം സക്കാത്തിലൂടെ നടക്കുന്നത് ഞാൻ ഹലാലായ വഴിയിലൂടെ സമ്പാദിച്ചതിൽ നിന്ന് ആ 2% കൊടുക്കുന്നതോടുകൂടിയാണ് എന്റെ സമ്പത്ത് എന്റേതായി മാറുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് അതിന്റെ ശുദ്ധീകരണം. അതല്ലാതെ തെറ്റായ വഴിയിലൂടെ നമ്മുടെ കൈവശം വന്നത് നമ്മുടെ അനന്തര സ്വത്ത് വേറെ ആളുടേത് ഏതോ അർത്ഥത്തിൽ തട്ടിയെടുത്തു എന്ന് വെക്കുക. ഇങ്ങനെയാണെങ്കിൽ അത് അയാൾക്ക് കൊടുക്കണം. അത് അയാളുടേതാണ്. എന്റെ സാമർത്ഥ്യം കൊണ്ട് ഞാൻ കോടതിയിൽ പോയി നേടിയതാണ് എന്നതുകൊണ്ട് കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചാൽ പോലും അത് തെറ്റില്ലാവുകയില്ല. എനിക്കത് അറിയാം. അതുകൊണ്ടാണല്ലോ കോടതിയൊക്കെ സമീപിക്കേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസ് സ്വാഭാവികമായും അത് പരിഹരിക്കണം. ഇതൊന്നും പരിഹരിക്കാതെ നമ്മുടെ റമദാനിന് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാളുടെ ഉദാഹരണത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അവൻ ദീർഘമായ യാത്ര ചെയ്ത് അവന്റെ ശരീരത്തിലൊക്കെയും ആ യാത്രയുടെയും ഒരു ത്യാഗത്തിന്റെയും അടയാളങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു ത്യാഗിയെ പോലെയാണ് അയാൾ. ആ മനുഷ്യൻ എന്നിട്ട് കൈനീട്ടിയിട്ട് പടച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയിൽ അവന്റെ കണ്ണ് നനയുന്നുണ്ട്. പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അവന്റെ ഭക്ഷണം ഹറാം, ഹറാം, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പാദ്യം ഹലാലായ വഴിയിലൂടെയല്ല, ശുദ്ധമായ വഴിയിലൂടെയാണ്. അങ്ങനെയാണ് എങ്കിൽ അവന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കും? ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നത്. അവന്റെ പ്രാർത്ഥന എങ്ങനെ സ്വീകരിക്കുന്നത്? ഇത് വെറുതെ പറയുന്നതല്ല. ഇതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാനം. അത് ചിലപ്പോൾ നമ്മളതിന്റെ ഗൗരവം
ഗൗരവത്തിൽ അതിനെ കാണുകയില്ല. കാരണം അന്നേരം നടക്കേണ്ടതെന്ന് നടക്കട്ടെ എന്നാണ് വിചാരിക്കുക, ബാക്കിയുള്ളതെല്ലാം പിന്നെ അങ്ങ് ശരിയാക്കാം, ഇതാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ പിന്നെ അത് ശരിയാക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ അതിന്റെ മേലെ വേറെ എന്തെങ്കിലും ഒന്നും കൂടി വന്നു ചെയ്യുക എന്നല്ലാതെ അതിനെ ക്ലിയറാക്കാൻ നമ്മൾ നിൽക്കുകയില്ല. അങ്ങനെയാണ് കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണം എന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനമാണ്. ചില ആളുകളിലേക്ക് അതാണ് നിൽക്കട്ടെ, കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം, സ്വാഭാവികമായും അതാണ് നിൽക്കും. പിന്നെയും ഇവന്റെ പേര് ഇതൊക്കെ ഓരോരോ സംഭവങ്ങൾ, ഓരോരോ ഉദാഹരണങ്ങൾ. ഇങ്ങനെയാണ് മനുഷ്യന്റെ ജീവിതം. കാരണം നമ്മൾ പൊതുസമൂഹത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹം എന്നത് ഇസ്ലാമികമല്ല. അവർ നയിച്ചുകൊണ്ടേയിരിക്കുന്നതൊന്നും ഇസ്ലാമികമായ ഒരു തിയറിയോ ഒരു സിദ്ധാന്തമോ അല്ല. അതൊരു ഭൗതികമായ ഒരു സിദ്ധാന്തത്തിലാണ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത്. ഭൗതിക സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പഠിപ്പിക്കുന്നത് നിനക്ക് എങ്ങനെയും കാശുണ്ടാക്കാമെന്നതാണ്. അത് ബാങ്കിനെ സമീപിച്ചാൽ പ്രശ്നമില്ല, അധികമായ കൊള്ള ലാഭം എടുത്താൽ പ്രശ്നമില്ല, ഇത് പരീക്ഷ അവിടെ നിഷിദ്ധമല്ല, അതിലുപരിയായി ലോട്ടറി പോലെയുള്ള ചൂതുകൾ, അതിൻ്റെതായ ബിസിനസ്സുകൾ, വ്യാപാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായും അതിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവരുടെ ഒരു സ്റ്റൈലിനെയാണ് നമ്മളിവിടെ പിന്തുടരാൻ ശ്രമിക്കുന്നത്. അതിനെ പുറത്തൊരു വീട് വേണം, അവരുടേതായ എഡ്യൂക്കേഷൻ വേണം, അവരുടേതായ കാർ വേണം, അവരുടേതായ ലൈഫ് സ്റ്റൈൽ വേണം. ഇങ്ങനെയാണ് മനുഷ്യന്മാർ ആലോചിക്കുന്നത്. അതേ സ്ഥാനത്ത് ആ മനുഷ്യന്മാരൊന്നും തന്നെ ഇസ്ലാമികമായ ഒരു ഐഡിയോളജി ജീവിക്കുന്നവരല്ല. അവരുടെ ദുനിയാവിൽ പരിമിതമാണ് അവരുടെ ജീവിതം. അവർ അത്രയും അതിനെ കുറിച്ച് കാണുന്നുള്ളൂ. അവർക്കൊരു മരണത്തെക്കുറിച്ചൊരു ബോധമില്ല, മരണാനന്തരത്തെക്കുറിച്ചൊരു ബോധം അവർക്കില്ല. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ഐഡിയോളജി, ഒരു ദർശനമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം എന്നതാണ് അവരോട് പറഞ്ഞിട്ടുള്ളത്, അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിം എന്ന പേര് പോലും നമുക്ക് ലഭിക്കുന്നത്. ഉമ്മത്തു മുസ്ലിം ഉമ്മ എന്നൊക്കെ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകം ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളുടെ ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ യഥാർത്ഥ ജീവിതം ഇതിനപ്പുറമാണ് എന്നതാണ്. മരണത്തോടുകൂടി അത് കേവലം ഒരു കണ്ണു ചിന്തലാണ് എന്ന് ഭൗതികവാദികൾ പറയും. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈ യാത്രയിൽ നിന്ന് മറ്റൊരു ലോകത്തേക്കുള്ള ഒരു യാത്ര മാത്രമാണ്, അല്ലാതെ ജീവിതത്തിന്റെ അവസാനമല്ല എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് അത് കണ്ടിട്ട് അതിനെ പിന്തുടരുമ്പോൾ സ്വാഭാവികമായും നമ്മൾ വീണുപോകും, പരാജയപ്പെടും. ഇതിന്റെ ഇടയിലാണ് റമദാൻ കടന്നു വരുന്നത്. ഇതിന്റെ ഇടയിലാണ് ബാങ്ക് വിളി കേട്ട് നമ്മൾ പള്ളിയിൽ പോകുന്നത്. ഇതിന്റെ ഇടയിലാണ് ഹജ്ജിന്റെ സമയമാകുമ്പോൾ സമ്പത്തുള്ളവർ എങ്ങനെയെങ്കിലും കാശ് മുടക്കിയിട്ട് ഹജ്ജിന് പോകുന്നത്, ഉംറക്ക് പോകുന്നത്. സക്കാത്ത് എന്ന് പറയുന്നത് ഇത്തരം ആളുകൾ എങ്ങനെയെങ്കിലും ഒക്കെ കൊടുത്തുകൂട്ടുകയും ചെയ്യും. പക്ഷേ ഇതിന്റെ ഇടയിൽ നടക്കുകയാണ്. പക്ഷെ എന്ത് സംഭവിക്കുന്നു? എവിടെയാണ് വ്യത്യാസം വരുന്നത്? എവിടെയാണ് വേർതിരിവുകൾ ഉണ്ടാകുന്നത്? അവസാനം ഇതെല്ലാം കൂടി ചെന്ന് ചേരുന്നത് ഒരിടത്താണ്. ഈ ദുനിയാവിൽ പോലെ അവിടെയും ഒരിടത്തായി പോകും. നമ്മൾക്ക് ഒരു വേർതിരിവുണ്ടാവുകയില്ല. അതുകൊണ്ട് പരിശുദ്ധ റമദാനിനെ വരവേൽക്കുന്നതിന് മുമ്പ് നാം ആദ്യം മനസ്സിലാക്കണം, ഞാനൊരു മുസ്ലിമാണ്. ഓരോരുത്തരും തന്റെ ഐഡന്റിറ്റി എന്താണ് എന്ന് അവർ ഉറപ്പുവരുത്തണം, ഞാനൊരു മുസ്ലിമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് നടക്കുന്നതെല്ലാം എനിക്ക് പറ്റില്ല, എല്ലാവരും ചെയ്യുന്നത് എനിക്ക് അനുവദനീയമല്ല, അവർ ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യേണ്ടവരല്ല ഞാൻ, മറിച്ച് എനിക്കൊരു പ്രത്യേകതയുണ്ട്, ഞാനൊരു മുസ്ലിമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം പരലോകത്തിലുള്ള വിശ്വാസം. ഈമാൻ കാര്യങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പരലോക വിശ്വാസം എന്നത്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട് എന്നതൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ കഴിയണം എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിന്റെ പുഷ്ടീകരണം അല്ല, അത് നമ്മൾ വേറെ നടത്തിക്കോൾ ആവശ്യമാണ്, ഒരു വിശ്വാസ്യത ആവശ്യമാണ്. അതേ സ്ഥാനത്ത് അതിനേക്കാൾ പ്രാധാന്യം നമ്മുടെ മനസ്സിന്റെ സംസ്കരണം. ആ മനസ്സിന്റെ സംസ്കരണത്തിലുള്ള മാസമാണ് ഈ പരിശുദ്ധ റമദാൻ. അതുകൊണ്ട് ആ അർത്ഥത്തിൽ അതിനെ വരവേൽക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് അല്ലാഹു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അമലുകളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടി ധാരാളം അമലുകൾ നിങ്ങൾ ചെയ്യണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യുന്ന അമലുകൾ സ്ഥിരമായി ചെയ്യുന്നതിലാണ് എന്നതാണ്.
അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത് അമൽ കുറഞ്ഞു പോയി എന്ന കാര്യത്തിൽ നിങ്ങൾ ആരും അങ്ങനെ വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് സ്വീകരിക്കുന്ന കാര്യത്തിലാണ് നിങ്ങൾ അതിനെ പ്രാധാന്യത്തോടു കൂടി കാണുന്നത്. എന്റെ അമൽ സ്വീകരിക്കുമോ ഇല്ലയോ? സ്വീകരിക്കണമല്ലോ, അതല്ലേ വേണ്ടത്. കുറേ ചെയ്യുക എന്നതല്ല, ചെയ്യാൻ പറ്റുന്നത്ര ചെയ്തു. പക്ഷെ ചെയ്യുന്ന അമലുകൾ എന്നിൽ നിന്ന് സ്വീകരിക്കുമോ എന്നതിനെ കുറിച്ച് നിങ്ങൾ അതിനൊരു ബേജാറുമാണ്. ആ ബേജാറാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് റമദാൻ വന്നു കഴിഞ്ഞാലല്ല, അതിനു മുമ്പ് നമുക്കതിന്റെ ആലോചന വേണം. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി മാനസികമായ തയ്യാറെടുപ്പോടുകൂടി ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ, അവരെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولجميع المسلمين والمؤمنين أجمعين واستغفروه إنه هو